ഹായ്, എൻ്റെ പേര് സുമയ്യ. ഞാൻ എനർജെക്സ് ഓർഗാനിക് എന്നൊരു സ്കിൻ കെയർ ബ്രാൻഡ് നടത്തുന്ന ഒരാളാണ്. അപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഇങ്ങനത്തെ ഹെർബൽ സ്കിൻ കെയർ ബ്രാൻഡ് തുടങ്ങിക്കൂടെ, അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കോലത്തിൽ അവർക്ക് ഉണ്ടാക്കിക്കൂടെ, അതിനെ ഒരു കോഴ്സ് നടത്തിക്കൂടെ എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ എനിക്ക് വലിയൊരു ദൗത്യമുണ്ട്. എന്താ വെച്ചാൽ ഹെർബൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ആരോഗ്യവും അതുപോലെ തന്നെ സൗന്ദര്യവും സംരക്ഷിക്കണ ഒരു ജനത വളർന്നു വരിക എന്നുള്ളൊരു ദൗത്യം കൂടി എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു ദൗത്യം കൂടി ഇതാവാൻ വേണ്ടിയിട്ട്, പൂർത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്കും അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിലേക്കും ഈ ഒരു പ്രൊജക്റ്റിലേക്കും ഒരു പ്രോഗ്രാമിലേക്കൊക്കെ വന്നത്. അപ്പം ഇങ്ങനത്തെ താല്പര്യമുള്ളവരുണ്ടാവും. എങ്ങനെ വെച്ചാൽ ഹെർബൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൂടെ, അതല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് വളർത്തിക്കൂടെ എന്നുള്ള ആശയം കൂടി ഉള്ള ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ബിസിനസ് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് തുടങ്ങേണ്ടതെന്നും അറിയില്ല, എവിടെ പോയാൽ പഠിക്കേണ്ടതെന്നും അറിയില്ല. എനിക്കാണെങ്കിലോ ഈ ഹെർബൽ പ്രൊഡക്റ്റുകളെ കൊണ്ട് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് കുറേ റിസൾട്ടുകളും എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് അറിയണം, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാവണം എന്നൊക്കെ ഉള്ളൊരു തോട്ടിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈനും ഇവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാനിത് എൻ്റെ ട്രെയിനിങ് സെൻറ്ററൊക്കെ ഞാൻ കണ്ടെത്തിയത്. അപ്പം അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട്. അതാണെങ്കിലോ ഇവിടുന്ന് നമ്മൾ ദൂരം പോയി പഠിക്കണം, അതുപോലെ തന്നെ കുറേ വണ്ടി ചാർജ്, കുറേ ഫീസ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ബിസിനസ് എങ്ങനെ നടത്താമെന്നും അതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഒരു ബ്രാൻഡ് എങ്ങനെ വളർത്താമെന്നും അത് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം പ്രൊസീജിയേഴ്സുകളാണ് അതിന് വേണ്ടതെന്നും ഉള്ള A to Z കാര്യങ്ങൾ അടങ്ങണ ഒരു കോഴ്സ് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരിക്കണവർക്കോ അല്ലെങ്കിലോ എന്തെങ്കിലും ജോലി ചെയ്യണവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കോഴ്സുകൾ ചെയ്യണം, അതല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് വളർത്തണം എന്നൊക്കെ, ഏതെങ്കിലും ബിസിനസ് കിട്ടും, അതിനൊക്കെ പറ്റുന്ന കോഴ്സാണ് നമ്മളിത്. ഒരു ബിസിനസ് വളർത്തുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ, എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, ചുരുങ്ങിയ ഇതിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളൊരു ഹോട്ടലിൽ കയറുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ആ കോഴ്സ് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് ആ കോഴ്സ് കണ്ട് തീരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹെർബൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയെന്നോ, ഹെർബൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് രംഗത്ത് ഇറക്കുകയെന്നും അതിനു വേണ്ടി ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളും അതുപോലെ എന്തൊക്കെ പേഴ്സണാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ A to Z കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് പർച്ചേസ് ചെയ്തോളി. നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസോട് കൂടി തന്നെ ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളതിന് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിലിപ്പം നമ്മൾ ചെറിയൊരു എമൗണ്ടിനാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് തരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്നും, ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ഫൗണ്ടേഷൻ വേണമെന്നും, ഫൗണ്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം പോരാ, അതിന് മൈൻഡ് സെറ്റ് എങ്ങനെ ക്ലിയർ ആക്കണമെന്നും, മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വീഡിയോ കോൺഫിഡൻസിലൂടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുക എന്നും, അതുപോലെ തന്നെ വീഡിയോ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു ബിസിനസ് എങ്ങനെയാണ് ഒരു ബിസിനസ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതും, ബിസിനസ് വളർത്തി കഴിഞ്ഞാൽ അതിനെങ്ങനെ ബ്രാൻഡാക്കും, അതിനെങ്ങനെ പ്രൈസ് ഇടും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഹെർബൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള വിശദമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്കൊരു ബിസിനസ് ഓണറാകാം. അതല്ലെങ്കിൽ ഹെർബൽ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരാളാവാം. ബിസിനസ്സൊന്നും നടത്തിയിട്ടില്ലെങ്കിലും അവനവൻ്റെ കാര്യത്തിന് വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണ ഒരു ആളായി തീരാനും പറ്റും. അപ്പം നിങ്ങളെ ചോയ്സ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
നിങ്ങളതിലുള്ളൊരു ഫീഡ്ബാക്കും എന്നെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പാണ്. ഇത് മുഖക്കുരുവിന് വളരെയധികം ബെസ്റ്റാണ്. ഞാൻ ഇതുകൊണ്ട് റിസൾട്ട് കിട്ടിയ ഒരാളാണ് പിന്നെ ഞാൻ കൊടുക്കണ എത്രയോ ആൾക്കാർക്ക് റിസൾട്ട് ഉള്ളതാണ്. അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പാണ് മാഞ്ചസ്റ്റർ സോപ്പ്, മുഖത്തെ കലകളൊക്കെ കളയാൻ. അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പാണിത്, ചാർക്കോൾ സോപ്പ്. അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഷാമ്പു, ഞാൻ ഉണ്ടാക്കുന്ന ക്രീം, ഇതൊക്കെ ഹെർബൽ സാധനങ്ങൾ കൊണ്ടായിട്ട് ഉപയോഗിക്കണം. അതല്ലാതെ ഇതിലൊന്നും കെമിക്കലില്ല. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വെളുത്തിട്ട് പാറാനോ അല്ലെങ്കിൽ ഷാമ്പു തേച്ചിട്ട് മുടി കുലച്ച് വളരാനോ ഒന്നും പറ്റില്ല. ഹെർബൽ പ്രകാരം ഉണ്ടാകുന്ന മുടി, ഹെർബൽ പ്രകാരം ഉണ്ടാകുന്ന നിറം, നമ്മുടെ സൗന്ദര്യത്തിന് ഒരു ആരോഗ്യം വരും. അതാണ് ഇതിൻ്റെ ഇത്. അല്ലാതെ വെളുത്തിട്ട് പാറാനൊന്നും പറ്റുന്നതല്ല. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ബാം, ലിപ് ബാം, അതുപോലെ ജെല്ല്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്റ്റുകളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ ജോയിൻ ചെയ്തോളൂ. അതുപോലെ ഫേസ് വാഷാണിത്.